മോത്തി മോത്തി ഇങ്ങോട്ട് വാ. അല്ല ക്രിസ്റ്റി, നീ ഈ സമയത്ത് വരൂ, നീയും ഭക്ഷണം കഴിച്ചോളൂ. ഇതെന്ത് വൃത്തികെട്ട ആഹാരമാണ് നീ കഴിക്കുന്നത്? എന്റെ അടുത്ത് നമുക്ക് രണ്ടാൾക്കും കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ചിക്കൻ ഉണ്ട്. എന്താ പറഞ്ഞ, ചിക്കനോ? എന്നാൽ ഇപ്പോഴെനിക്ക് വീടിന് കാവൽ നിൽക്കേണ്ട സമയമാണ്, പുറത്തു പോകാൻ പറ്റില്ല. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് പതുക്കെ കഴിച്ചിട്ട് വരാന്നേ. അതെ, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാ ഈ വീടിന് കാവൽ ആര് നിൽക്കും? അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കാം. ടങ്കി ചേട്ടാ, ഞങ്ങൾ കുറച്ച് സമയത്തേക്കൊന്ന് പുറത്തു പോവാ. അതുവരയ്ക്കും ഈ വീടിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിൽ. അവൻ ചെയ്യില്ല, ഇത് എന്റെ ജോലിയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ സമാധാനമായിട്ട് പോയിട്ട് വരൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അസ്വസ്ഥതയായ കഴുതയുടെ പ്രതികാരം. ചന്ദൻപൂർ ഗ്രാമത്തിന്റെ വഴിയരികിൽ ഒരു കഴുത ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവനൊരു ശ്രദ്ധയുമില്ലായിരുന്നു, എവിടെയാ പോകുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അവന്റെ മുമ്പിൽ ഒരു കാള, ആട്ടിൻകുട്ടി, രാമു ആന വരികയായിരുന്നു. ശ്രദ്ധിച്ചു നടക്കാത്തത് കൊണ്ട് നേരെ ആനയുടെ അവിടെ ചെന്ന് തട്ടി വീണു. അതെ ഡോങ്കി സഹോദര, സൂക്ഷിക്കണം. നീ എന്ത് ചിന്തിച്ച് നടക്കുകയായിരുന്നു? അതെ രാമുവാനെ, അത് നിനക്കും മനസ്സിലായോ? എന്റെ മുതലാളി ഒരു അലക്കുകാരനാ, മോത്തി എന്നൊരു നായയുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കുമ്പോ മോത്തി, നോക്ക്, വീട്ടിലേക്ക് ഇതൊരു കള്ളം വരുന്നു. വേഗം ചെന്ന് കടിക്ക്, എന്നിട്ട് മുതലാളി ഉണർത്ത്. അവനിങ്ങ് അകത്ത് വരുമ്പോ ഞാൻ കടിച്ചാ പോരെ? എന്റെ ജോലി എന്നെ പഠിപ്പിക്കണ്ട. ശരി, നീ മുതലാളി ഉണർത്തുന്നില്ലെങ്കിൽ ഞാൻ ഉണർത്തിക്കോളാം. ഇതും പറഞ്ഞ് ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. ഇവറ്റകൾക്കൊക്കെ ഇത് എന്താ സംഭവിച്ചത്? രാത്രി ആയാലും കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. എൻ്റെ മുതലാളി എണീറ്റ് എന്നെ വടികൊണ്ട് ഒരുപാട് തല്ലി. എന്നെ തല്ലുന്നത് നോക്കിയെന്ന് മോത്തി ഒരുപാട് സന്തോഷിച്ചു. ഇത് നിങ്ങളോട് ചെയ്ത് വലിയ തെറ്റാണ്. അതേ തെറ്റാണ്, പക്ഷേ എനിക്കൊരു പ്ലാനുണ്ട്. ഞാൻ എന്തായാലും ഇതിന് പ്രതികാരം ചെയ്യും. അങ്ങനെയാണോ? എന്നാ ശരി, എന്നോ പറഞ്ഞോളൂ. ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാ, നിന്നെ തീർച്ചയായും സഹായിക്കും. കഴുത ഇനി എന്തൊക്കെയാണോ ഇവരോടൊക്കെ പറഞ്ഞത്. വൈകുന്നേര സമയം അലക്കുകാരൻ തുണി കഴുകുകയായിരുന്നു. ഡങ്കിയും മൂത്തിയും അവരവരുടെ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. രണ്ടുപേർക്കും അപ്പൊ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അപ്പൊ മൂത്തി നേരെ അങ്ങ് നോക്കിയപ്പോ കുറച്ചു ദൂരത്തിൽ തന്നെ ഒരു സുന്ദരിയായ ഡോഗി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കൊള്ളാലോ, നല്ല രസമുള്ളൊരു ഡോഗി. മോത്തി നേരെ അവളുടെ അടുത്തേക്ക് അങ്ങ് പോയി. ഹലോ, എന്റെ പേര് മോത്തി എന്നാ. അല്ല, നിന്റെ പേരെന്താണ്? എന്റെ പേര് ക്രിസ്റ്റി എന്നാ. നല്ല പേരാണ്. നീ എവിടെ താമസിക്കുന്നത്? എന്റെ വീട് ദാ അതിന്റെ പുറകിലാണ്. അവര് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. പിന്നീട് മോത്തി പറഞ്ഞു, മുതലാളി വരാനുള്ള സമയമായി, ഞാനെന്നാ പോട്ടെ. കുറച്ചേരം കൂടെ നിൽക്കുന്നേ, സംസാരിക്കാം നമുക്ക്. വേണ്ട വേണ്ട, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വേഗം പോട്ടെ, നാളെ കാണാം. ഇതും പറഞ്ഞ് മോത്തി തിരിച്ചുപോയി. ഛേ, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ കരുതിയത് അവൻ ഓടിപ്പോകുന്നത് മുതലാളി എങ്ങാനും കണ്ട അവൻ തിരിച്ചു വരുമ്പോ നന്നായി തല്ലു കൊടുത്തോളൂ എന്നാ. വൈകുന്നേര സമയം കഴുത പുല്ല് തിന്നാനായി കാട്ടിലേക്ക് പോയപ്പോ അവന്റെ കൂട്ടുകാരെ അവൻ കണ്ടു. അവിടെ ക്രിസ്റ്റിയും ഉണ്ടായിരുന്നു. നീ ഇത്രയൊക്കെ ചെയ്തില്ലേ ക്രിസ്റ്റി? അവൻ നിന്നെ വിട്ടിട്ട് മുതലാളി വരുന്നതിന് മുമ്പേ വന്നു. അത് കുഴപ്പമില്ലെന്നേ, അടുത്ത പ്രാവശ്യം നോക്കാം. നമുക്ക് ഇനി സമയം കിടക്കുകയല്ലേ, അവനെ നിനക്ക് അടി കൊള്ളിപ്പിച്ചാ പോരെ? വേണ്ട, അതൊന്നും നടക്കില്ല. എനിക്ക് വേറൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കഴുത അപ്പൊ വേറൊരു പ്ലാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. രാത്രി 11 മണിയായപ്പോ അലക്കുകാരൻ വീട്ടിലെത്തി. മോത്തിയും കഴുതയും അവരവരുടെ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അലക്കുകാരൻ മോത്തിക്കുള്ള ആഹാരം വെച്ചുകൊടുത്തു. അവന്റെ തലയൊക്കെ തലോടി അവനോട് പറഞ്ഞു, മോത്തി, സമാധാനമായി കഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് അവന്റെ കട്ടിലിൽ പോയി കിടന്നുറങ്ങി. മോത്തി അവിടെ ആഹാരം കഴിക്കുമ്പോ അവിടെ ക്രിസ്റ്റി വന്നു. മോത്തി മോത്തി ഇങ്ങോട്ട് വാ. അവളെ കണ്ട സന്തോഷത്തിൽ അവളോട് അവൻ പറഞ്ഞു, അല്ല ക്രിസ്റ്റി, നീ ഈ സമയത്ത് വരൂ, നീയും ഭക്ഷണം കഴിച്ചോളൂ. ഇതെന്ത് വൃത്തികെട്ട ആഹാരമാണ് നീ കഴിക്കുന്നത്? എന്റെ അടുത്ത് നമുക്ക് രണ്ടാൾക്കും കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ചിക്കൻ ഉണ്ട്. എന്താ പറഞ്ഞ, ചിക്കനോ? എന്നാൽ ഇപ്പോഴെനിക്ക് വീടിന് കാവൽ നിൽക്കേണ്ട സമയമാണ്, പുറത്തു പോകാൻ പറ്റില്ല. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് പതുക്കെ കഴിച്ചിട്ട് വരാന്നേ. ഒരുപാടുണ്ട്, എനിക്കത് ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യാത്തോണ്ടാ. അതെ, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാ ഈ വീടിന് കാവൽ ആര് നിൽക്കും?
അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കാം. ഇത് പറഞ്ഞിട്ട് ക്രിസ്റ്റി കഴുതയോട് പറഞ്ഞു, ടങ്കി ചേട്ടാ, ഞങ്ങൾ കുറച്ച് സമയത്തേക്കൊന്ന് പുറത്തു പോവാ. അതുവരയ്ക്കും ഈ വീടിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിൽ. അവൻ ചെയ്യില്ല, ഇത് എന്റെ ജോലിയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ സമാധാനമായിട്ട് പോയിട്ട് വരൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ പറഞ്ഞ കാര്യം കേട്ട് മോത്തി അങ്ങ് ഞെട്ടിപ്പോയി. വായോ, ചിക്കൻ തണുത്തു പോകുന്നേ. അങ്ങനെ മോത്തി ക്രിസ്റ്റിയുടെ കൂടെ അങ്ങോട്ട് പോകും. ക്രിസ്റ്റി, ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ, അധികം ദൂരമൊന്നുമില്ല. അതോ ആ വീടിന്റെ അകത്ത് തന്നെയാ. മുമ്പിൽ അവർക്കൊരു കുടില് കാണാൻ പറ്റി. അത് ശരി, അതിനകത്താണ് താമസിക്കുന്നത്. രണ്ടുപേരും ആ കുടിലിന്റെ അകത്തേക്ക് വേഗതയിൽ പോവുകയായിരുന്നു. അവിടെ ആന, ആട്ടിൻകുട്ടി, കാള എല്ലാവരും മോത്തിയുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ഇപ്പൊ നമ്മൾ 3 പേരും പോയി ആ അലക്കുകാരന്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പ്രശ്നം ഉണ്ടാക്കാം. വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മൾ നശിപ്പിക്കണം. അപ്പോഴേ നമ്മുടെ സുഹൃത്ത് ഡോങ്കിയുടെ പ്രതികാരം പൂർത്തീകരിക്കുകയുള്ളൂ. ഇവര് 3 പേര് എവിടെ പോയി? ഇവർ ഈ സമയത്തിനുള്ളിൽ വരേണ്ടതാണല്ലോ. അങ്ങനെ മോത്തി ആ കുടിലിന്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴേക്കും ക്രിസ്റ്റി ഒന്ന് നിന്നു. മോത്തി, നീ ആദ്യം അകത്ത് കയറി നോക്ക്. അല്ല, ഞാൻ എന്തിനകത്ത് പോകുന്നേ? നീയും എന്റെ കൂടെ വാ. ഇല്ല, എനിക്ക് പേടിയാവുന്നു. വീടിന്റെ മുതലാളി എണീറ്റിരിക്കുകയാണേ, എനിക്ക് നല്ല എട്ടിന്റെ പണി കിട്ടും. നീ ആദ്യം അകത്ത് പോ, എന്നിട്ട് നോക്ക് ചിക്കന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന്. അവിടെ ആരും ഇല്ലെങ്കിൽ എന്നെ പതുക്കെ ഒരു വിളി അങ്ങ് വിളിച്ചാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇത് പറഞ്ഞപ്പോ മോത്തി ഒന്ന് ആലോചിച്ചു. ഡെങ്കിക്ക് ഇന്നലെ അത്രയും അടി കിട്ടിയത് ഞാൻ കാരണമാണ്. എന്നിട്ടും അവൻ എന്നോടൊന്നും പറയാതെ എനിക്ക് പകരം കാവല് നിൽക്കുന്നു. അല്ല, ക്രിസ്റ്റി എന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ചിക്കൻ തരാമെന്ന് ആലോചിച്ചത്? എന്ത് പറ്റി? എന്താ ആലോചിക്കണേ? ഞാൻ ഇപ്പൊ തന്നെ വരാം ക്രിസ്റ്റി. ഇതും പറഞ്ഞ് മോത്തി അവിടുന്ന് അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. മോത്തി, ഓടല്ലേ, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? തീർച്ചയായും ഇത് ഡോങ്കിയുടെ കളിയാണ്. ഞാൻ തിരിച്ചെത്താൻ വൈകാൻ വേണ്ടി അവൻ ചെയ്തത്. ഇതും പറഞ്ഞ് മോത്തി ഓടുന്ന വേഗത കുറച്ചും കൂടെ കൂട്ടി. 10-15 മിനിറ്റ് ഓടിയിട്ടാണ് അവൻ അവന്റെ വീട്ടിലെത്തിയത്. അവിടെ നോക്കുമ്പോ ആന, ആട്ടുംകുട്ടി, കാള ഡങ്കിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്ക്. വീട്ടിലെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കണം. എന്നിട്ട് മുതലാളി വരുമ്പോ ഈ കാഴ്ചയെല്ലാം കാണുമ്പോ അദ്ദേഹം നന്നായി വിഷമിക്കും. മോത്തി വീട്ടിലില്ലെന്ന് മുതലാളി മനസ്സിലാക്കുന്ന സമയം അദ്ദേഹത്തിന് മോത്തിയോട് വല്ലാതെ ദേഷ്യം വരും. അതിനുശേഷം മോത്തി വരുന്ന സമയത്ത് അദ്ദേഹം അവനെ തീർച്ചയായും തല്ലും. അപ്പോഴേക്കും മോത്തി അവിടെ എത്തി. അവൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എനിക്ക് എന്റെ ജോലി എങ്ങനെ ഉത്തരവാദിത്വത്തോടെ ചെയ്യണമെന്ന് അറിയാം. അതും പറഞ്ഞ് മോത്തി അവിടെ ഭയങ്കരമായി കുരയ്ക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് ഓടി വരണേ. അലക്കുകാരൻ എണീറ്റു. എന്ത്, ഇത്രയും മൃഗങ്ങളോ? അവൻ വടിയെടുത്ത് 3 മൃഗത്തിനെ അവിടെ നിന്ന് ഓടിച്ചു. 2 അടി ആനയ്ക്ക് കിട്ടി. 5 എണ്ണം കാളയ്ക്കും. ജീവനും കൊണ്ട് 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വളരെ നന്നായി മോത്തി. നീയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. മോത്തി അവന്റെ സ്ഥലത്ത് പോയി അങ്ങ് ഇരുന്നു. എന്നിട്ട് ഡങ്കിനെ കൊഞ്ഞനം കുത്തി കാണിച്ചു. ഡങ്കി, നീ കഴുതയാണോ അതോ കഴുതയായിട്ട് അഭിനയിക്കുകയാണോ? കഴുത. കഴുതയ്ക്കിത് കേട്ടപ്പോ ഭയങ്കരമായി ദേഷ്യം വന്നു. അടുത്ത ദിവസം പുല്ല് തിന്നാനായി കാട്ടിലേക്ക് പോയപ്പോ താണ്ടെ വരുന്നു ആനയും കാളയും. നീ ചെയ്യാൻ പോകുന്ന പ്രതികാരത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ഇനിയിപ്പോ നിന്നോട് ഞങ്ങൾ പ്രതികാരം ചെയ്യേണ്ടി വരും. ഇല്ല, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇത് പറഞ്ഞ് കഴുത അവിടെ നിന്ന് ഓടി. കാളയും ആനയും അവന്റെ പുറകെ ഓടി. അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഇന്നു മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, എന്നെ രക്ഷിക്കണേ. ഞാൻ എന്തിനു കൂടുപണിയാൻ പഠിക്കണം? ഞാൻ കൂടുപണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. ചുന്നു മുന്നു എന്ന ചേട്ടൻ അനിയന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർ കുറച്ച് വളർന്നത്. അവരുടെ ചിറകുകൾ എത്ര വലുതായിരുന്നെങ്കിൽ അവർ എളുപ്പത്തിൽ ആകാശത്തിൽ പറക്കുമായിരുന്നു. ചുന്നു ദയാലുവായ ഒരു നല്ല പറവ. പക്ഷെ മുന്നു മാത്രം വളരെ ദേഷ്യവും ചീത്ത സ്വഭാവമായിരുന്നു. ചുന്നു എപ്പോഴും കഠിനമായി പ്രയത്നിക്കും. ഒരു ദിവസം ചുന്നു അവന്റെ അമ്മയോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ വലിയവരായി. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട് പണിതേ തീരുള്ളൂ.
ഇവിടെ നോക്കുമോനെ, നീ നല്ലതാ പറയുന്നേ. അത് നീ തന്നെ ചെയ്യണം. എന്തെന്നാൽ നീ ഇപ്പൊ വളർന്നു പോയില്ലേ. ഇല്ല ഇല്ല, ഞങ്ങളൊന്നും അത്രയ്ക്ക് വളർന്നിട്ടില്ല. അവന് ഒട്ടും ബുദ്ധിയില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. എന്താ മോനെ, ഇതിൽ തെറ്റെന്താ ഉള്ളത്? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ പഠിച്ചൂടെ? അമ്മേ, നിങ്ങൾ പറയുന്നതാ ശരി. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നുവെങ്കിൽ, ഞാൻ നാളെ തന്നെ എനിക്ക് വേണ്ടി കൂട് പണിയാൻ പോകുന്നു. നിങ്ങൾ കൂടെ എങ്ങനെ പണിയുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഹേ, നീ പ്രാന്തനാണോ? നീ എന്ത് ചെയ്യണമോ ചെയ്തോ. ചുന്നു മുന്നു, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് സമമായ അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അമ്മ രണ്ട് കുട്ടികൾക്കും നാളെ മുഴുവൻ കൂട് പണിയാൻ പറഞ്ഞു കൊടുത്തു. ചുന്നു വളരെ വേഗത്തിൽ എങ്ങനെ കൂട് പണിയണമെന്ന് പഠിച്ചു. പക്ഷേ മുന്നു വളരെ മടിയനായതുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു, ഞാൻ എന്തിനു കൂട് പണിയാൻ പഠിക്കണം? ഞാൻ കൂട് പണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. അങ്ങനെ ചിന്തിച്ചു മുന്നു കൂട് പണിയാൻ ഒരു ശ്രമവും നടത്തിയിരുന്നില്ല. അടുത്ത ദിവസം ചുന്നു തനിക്ക് വേണ്ടി ഒരു ഭംഗിയായ കൂട് പണിതു. അത് കഴിഞ്ഞ് അതെന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ എനിക്ക് വേണ്ടി കൂട് പണിതു അമ്മ. ചുന്നുവിന്റെ വീടും അതിന്റെ കഠിന പ്രയത്നവും കണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോന് ചുന്നു, നിന്റെ കൂടെ ശരിക്കും നന്നായിട്ടുണ്ട്. നീ എന്റെ വളരെ ഓമന മകൻ. അത് കഴിഞ്ഞവർ മുന്നുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ടു ചുന്നു ഇത്ര നന്നായി കൂട് പണിത് അവന്റെ ജീവിതം അവൻ നോക്കുന്നു എന്ന്. പക്ഷെ നീയുമുണ്ട്, എപ്പോ നോക്കിയാലും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് എന്താ അമ്മേ, നിങ്ങൾ എന്റെ അമ്മ. അങ്ങനെ ചെയ്യാൻ എനിക്ക് എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ പറഞ്ഞ മുന്നു വളരെ ദേഷ്യത്തിൽ അവിടുന്ന് പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞ ഒരു മരത്തിന്റെ ചില്ലയിൽ ചെന്ന് ഇരുന്നു കൊണ്ടിരുന്നു. അതവിടെ ഇരിക്കുന്നത് കണ്ട് ഒരു കാക്ക വന്നു. എന്തു പറ്റി മുന്നു? നല്ല വിഷമത്തിലാണല്ലോ. ഞാൻ എന്ത് പറയാനാ, ഇന്നലെ എന്റെ അമ്മ കൂട് പണിയാൻ എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ചുന്നു അവന് വേണ്ടി കൂട് പണിതു. പക്ഷെ ഞാൻ എന്റെ കൂട് പണിതില്ല. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? നിന്റെ സഹോദരൻ വളരെ മിടുക്കനാണ്. നീ പറയുന്നത് കേൾക്കുമ്പോൾ നീ അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. അതാണ് ഞാനും ചിന്തിക്കുന്നേ. അവനെ പകരം വീട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ഉണ്ടാക്കിയ കൂട് മുഴുവനും നശിപ്പിച്ചേക്ക്. എന്നിട്ട് അമ്മയോട് പോയി പറ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഉണ്ടാക്കിയ വീട് എത്ര പെട്ടെന്നാ തകർന്നതെന്ന്. ഇത് കേട്ട് മുന്നു ഒരുപാട് സന്തോഷിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ചുന്നു കെട്ടിവെച്ചിരുന്ന ആ കൂടെയെല്ലാം തന്നെ മുന്നു അങ്ങനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ രാവിലെ പറഞ്ഞു, അമ്മേ നോക്കൂ, ചുന്നു കെട്ടിയ കൂടെ എത്ര മോശമാണെന്ന്. കാറ്റ് വന്നതും താഴെ വീണ് പൊട്ടിപ്പോയി. അതിന് ശരിക്കും പണിയാനേ അറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോ മൂങ്ങ അവിടേക്ക് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കൊള്ളം പറയണ്ടോ, നീ അവന്റെ കൂട് നശിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് കേട്ട് മുന്നുവിന്റെ അമ്മ വളരെ ദേഷ്യവും പെട്ടു. മുന്നുവിനെ അവരുടെ കൂട് വിട്ട് പുറത്തേക്ക് അയച്ചു. പക്ഷേ ഇക്കാര്യം രാജാവ് കിളി വരെ പോയി. അപ്പോ മുന്നു ചിന്നു രണ്ടുപേരും അവരുടെ അമ്മയെ വിളിച്ചുകൊണ്ട് രാജ്യസഭയ്ക്ക് വന്നു. മഹാരാജ, എന്റെ മകൻ ചുന്നു നന്നായി ഒരു കൂട് പണിതിരുന്നു. പക്ഷെ എന്റെ രണ്ടാമത്തെ മകൻ മുന്നു ദേഷ്യത്തിൽ അത് പറിച്ചെടുത്തു. ഇത് മൂങ്ങ തന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ, ഇത് വളരെ വലിയ തെറ്റാണ്. മുന്നുവിന് ഇതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ആ ശിക്ഷ എന്തെന്നാൽ ചുന്നുവിന് അവൻ വീട് നിർമ്മിച്ചു നൽകണം, അല്ലെങ്കിൽ ഇവനെ കാട്ടിൽ നിന്ന് തന്നെ തുരത്തും. മുന്നു അതിന്റെ ശിക്ഷ ചോദിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് പോയി. മുന്നു കൂട് പണിയാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചും അവന് കുറച്ചേ പണിയാൻ കഴിഞ്ഞുള്ളൂ. അവൻ ഒരുപാട് ക്ഷീണിച്ചു. അപ്പോ ചുന്നു വന്ന് മുന്നുവിനോട് പറഞ്ഞു, മുന്നു എന്ത് പറ്റി? നീ വളരെ ക്ഷീണിച്ച പോലുണ്ട്. ശരി, അപ്പൊ ഞാൻ നിന്നെ സഹായിക്കാൻ കേട്ടോ. നീ നല്ലവനെ പോലെ അഭിനയിക്കണ്ട. എല്ലാം നീ കാരണ. നീ എന്നോട് സംസാരിക്കണ്ടപ്പോ. മുന്നു അതിന്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് പണിയെടുത്തതേ ഇല്ല. അതുകൊണ്ട് അത് വളരെ ക്ഷീണിക്കാൻ തുടങ്ങി. അത് ബോധം കെട്ട് വീണു. ചുന്നുവും ചുന്നുവിന്റെ അമ്മയും മുന്നുവിനെയും കൂട്ടി കഴുകിന്റെ അടുത്തേക്ക് ചെന്നു. മുന്നുവിന് ഒരു വിചിത്രമായ രോഗം വന്നിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള മരുന്ന് മലയിൽ പോയി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ചുന്നു പറന്നുകൊണ്ടേ ആ മലയ്ക്ക് മുകളിലുള്ള മരത്തിന്റെ അടുത്തേക്ക് ചെന്നു.
അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചെറിയ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോ ആ കഴുക് അതിടിച്ച് മുന്നുവിന് കഴിക്കാൻ കൊടുത്തു. അപ്പോ മുന്നുവിന് ഭേദമായി. മുന്നു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ചുന്നു, എന്നോട് ക്ഷമിക്ക്. ഞാൻ എപ്പോഴും നിനക്ക് തെറ്റാ ചെയ്തത്. വേറെ ആരോ പറഞ്ഞത് കേട്ട് എന്റെ കൂടെ ഞാൻ തകർത്തു. പക്ഷേ നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, ഒരുപാട് താമസിച്ചാലും കുഴപ്പമില്ല. എന്റെ മകന് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. മുന്നു, അവനോട് നീ ക്ഷമിക്കും മോനെ. അമ്മേ, ഇവൻ എന്റെ അനിയനാണ് അമ്മേ. അനിയന്മാരെപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് അവനോട് പിണങ്ങാൻ പറ്റൂ. 2 സഹോദരന്മാർ സന്തോഷിക്കുന്നത് കണ്ട് അമ്മയും വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ചുന്നു മുന്നു അന്ന് തൊട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.